രാജ്യം മറ്റൊരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുകയാണ്. മഹാരാഷ്ട്രയും ഹരിയാനയും ജമ്മു ആൻഡ് കാശ്മീരും ജാർഖണ്ഡുമാണ് ആഴ്ചകൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആരവവും അതിൻ്റെ ആഹ്ലാദവും അതിൻ്റെ ആവേശവുമൊക്കെ കഴിഞ്ഞ് ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ് രാജ്യം പോകുന്നത്. വളരെ സുപ്രധാനപ്പെട്ട, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. മുംബൈ പോലെയുള്ള വൻകിട കോർപ്പറേറ്റുകൾക്ക് സ്വാധീനമുള്ള, വൻകിട ബിസിനസ്സുകാർക്കും വൻകിട കമ്പനികൾക്കുമൊക്കെ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമായിട്ടുള്ള മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ്. അതോടൊപ്പം തന്നെ കർഷക സമരം അതിൻ്റെ ഏറ്റവും ഭീകരതയിൽ കർഷക സമരം ഉണ്ടായിട്ടുള്ള സംസ്ഥാനമാണ് ഹരിയാന. ആ ഹരിയാനയും ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ബീഹാറിൽ നിന്ന് വിഭജിച്ചുണ്ടായ മറ്റൊരു സംസ്ഥാനമായിട്ടുള്ള ജാർഖണ്ഡ്, ആ ജാർഖണ്ഡും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ച് വലിയ വിവാദങ്ങളും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരും ആദ്യമായി ഈ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ്. അങ്ങനെ 4 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്നതാണ് ഇന്ത്യയിലെ വരാനിരിക്കുന്ന ഈ ഡിസംബർ നവംബർ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഈ 4 സംസ്ഥാനങ്ങളും വലിയ രാഷ്ട്രീയ നിരീക്ഷകരുടെയും രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളുടെയും ഒരു ശ്രദ്ധാകേന്ദ്രമായി ഈ 4 സംസ്ഥാനങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ഇവിടെ കോൺഗ്രസ് ഒരു പടി കൂടി മുന്നിൽ കടന്നുകൊണ്ട് BJP നേരത്തെ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം ഈ 4 സംസ്ഥാനങ്ങളിലും അതിൻ്റെ അലയൊലികൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കാലെ കൂട്ടി തന്നെ അവിടേക്ക് നിരീക്ഷകന്മാരെയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ BJP നീങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസും ഈ 4 സംസ്ഥാനങ്ങളിലും അവരുടെ തെരഞ്ഞെടുപ്പ് സമിതിയെ നിശ്ചയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സ്ക്രീനിംഗ് കമ്മിറ്റിയെ അവിടെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ ആരാണ് സ്ഥാനാർത്ഥികളാവേണ്ടത്, ആ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയെ ഈ 4 സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിങ്ങനെയാണ്: ഹരിയാനയിലെ അജയ് മാക്കൻ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ്, സ്ക്രീനിംഗ് കമ്മിറ്റിയാണ്. അവിടെ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളാവണമെന്ന് അജയ് മാക്കൻ്റെ നേതൃത്വത്തിൽ, ഡൽഹിയിൽ നിന്നുള്ള നേതാവായിട്ടുള്ള അജയ് മാക്കൻ്റെ നേതൃത്വത്തിലുള്ള ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാകും എന്ന് തീരുമാനിക്കുന്നത്. അജയ് മാക്കൻ, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള MP മാണിക്കം ടാഗോർ, അതുപോലെ തന്നെ ഗുജറാത്തിൽ നിന്നുള്ള MLA ജിഗ്നേഷ് മേവാനി, അതോടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീനിവാസ് BV, ഇങ്ങനെയുള്ള 4 പ്രമുഖന്മാരായിട്ടുള്ള ആളുകളെയാണ് ഹരിയാനയിലെ സ്ഥാനാർത്ഥികളുടെ സ്ക്രീനിങ്, ആരൊക്കെയായിരിക്കണം ഹരിയാനയിൽ നിന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായി വരേണ്ടത് എന്നത് തീരുമാനിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട 4 പേരെ തന്നെ ഹരിയാനയിലേക്ക് നിശ്ചയിച്ചതിലൂടെ കോൺഗ്രസ് നൽകുന്ന സന്ദേശം വളരെ ഗൗരവതരമായി, ഹരിയാനയിലെ സ്ഥാനാർത്ഥി പട്ടിക അവർ വളരെ ഗൗരവതരമായി കാണുന്നു. ഹരിയാനയിൽ വലിയ ഒരു തിരിച്ചുവരവ്, അവിടെ കോൺഗ്രസിന് ഭരണം ലഭിക്കുമെന്ന് സർവേകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണുന്ന ഘട്ടത്തിൽ അത് അവിടെ വലിയ രീതി ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ ആണ്, അവിടെ സീനിയർ നേതാവാണ്, അദ്ദേഹത്തിന് വലിയ ജനകീയതയുണ്ട്. അദ്ദേഹത്തിന് 40% കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഹരിയാനയിൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റൊരു മികച്ച വിജയം ഹരിയാനയിൽ കോൺഗ്രസിനുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം മഹാരാഷ്ട്രയിൽ മധുസൂദൻ മിസ്ത്രിയുടെ ചെയർമാനായിക്കൊണ്ടുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് മഹാരാഷ്ട്രയിലുള്ളത്. അതുപോലെ തന്നെ സങ്കൂർ ഉലാക്ക, മൻസൂർ അലിഖാൻ, ശ്രീവേല പ്രസാദ് തുടങ്ങിയ 4 പേരെയാണ് മഹാരാഷ്ട്രയിലെ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളായി, ചെയർമാനായും അംഗങ്ങളായും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജാർഖണ്ഡിൽ ഗിരീഷ് ജോണ്ടൻകർ, അതുപോലെ പൂനം പസ്വാൻ, ശ്രീ പ്രകാശ് ജോഷി എന്നിവരെയാണ് ജാർഖണ്ഡിലെ, കാരണം ജാർഖണ്ഡിൽ കുറഞ്ഞ സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്, അതുകൊണ്ട് തന്നെ 3 പേരെയാണ് അവിടെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിലും 3 പേരെയാണ്, ശുഗീന്ദർ സിംഗ് റധാവ, ശ്രീ ആന്റോ ആന്റണി, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പത്തനംതിട്ട MP ശ്രീ ആന്റോ ആന്റണി, അതുപോലെ തന്നെ ഈ ശ്രീ സച്ചിൻ റാവു,
അങ്ങനെ 3 പേരെയാണ് ജമ്മു ആൻഡ് കാശ്മീരിലേക്കും കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ 4 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കുന്നതിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഏറ്റവും വളരെ പ്രാധാന്യം കോൺഗ്രസ് നൽകിയിരിക്കുന്നത് ഹരിയാനയിലാണ്. കാരണം ഹരിയാനയിൽ കടുത്ത പോരാട്ടം ഉണ്ടാവും. അവിടെ BJPയെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ യാതൊരു കാരണവശാലും ഏതെങ്കിലും ഒരു കുറവ് ഉണ്ടായതിൻ്റെ പേരിൽ ഹരിയാനയിൽ ഭരണം തിരിച്ചു പിടിക്കാനുള്ള അവസരം കളഞ്ഞു കുളിക്കരുത് എന്ന് കോൺഗ്രസ് കൃത്യമായി വിലയിരുത്തിൻ്റെ അടിസ്ഥാനത്തിൽ അജയ് മാക്കനെയും മാണിക്കം ഠാക്കൂറിനെയും ജിഗ്നേഷ് മേവാനിയെയും BV ശ്രീനിവാസനെയും പോലെയുള്ള വളരെ പ്രഗത്ഭരായ ആളുകളെ തന്നെ ഹരിയാനയിലേക്ക് നിയോഗിച്ചിരിക്കുന്നു എന്ന ശ്രദ്ധേയമാണ്. എന്നാൽ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും മധുസൂദൻ മിസ്ത്രി വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ AICC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട അവരുടെ ഇലക്ഷൻ കമ്മീഷനായിരുന്നു AICC പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്ന പ്രഗത്ഭനായ നേതാവാണ്. എന്നാൽ മഹാരാഷ്ട്രയിൽ കൂട്ടുകക്ഷി ഒരു ഗവൺമെന്റ് നിലനിൽക്കുകയും കുറെ കൂടി സേഫായാണ് മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ ശരത് പവാറും ഒക്കെയുള്ള മഹാരാഷ്ട്രയിൽ കുറെ കൂടി കാര്യങ്ങൾ അനുകൂലമാണെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. എന്നാൽ ഹരിയാനയിൽ കടുത്ത പോരാട്ടത്തിലേക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്ന് കാണേണ്ടി വരും. ഏതായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് ശേഷം BJP അതിൽ നിന്ന് തിരിച്ചു കയറാനുള്ള ശ്രമം നടത്തുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ആ മികച്ച വിജയം തുടരുവാൻ, അതിൻ്റെ ആവേശം തുടരുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് കൂടുതൽ കരുത്താർജിക്കുകയും കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുകയും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ജനസ്വീകാര്യത, അതുപോലെ തന്നെ AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ അനുഭവ സമ്പത്ത്, അദ്ദേഹത്തിൻ്റെ മികച്ച സംഘാടന ശേഷി എല്ലാം പതുക്കെ വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ ഒരുപക്ഷെ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാൻ വലിയ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി ആഴ്ചകൾ മാത്രമാണ്. സെപ്റ്റംബർ മാസം എൻഡിലോ ഒക്ടോബർ മാസം തുടക്കത്തിലോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.